അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാൻ വരുവാണ്. ഇവനൊരു ചാൻസ് കിട്ടി ഐറ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നജീബ് മാഷിൻ്റെ ഒരു മീഡിയയാണ്. അതിൽ കരിമാടിക്കുട്ടനായിട്ട് ഇവൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതൊക്കെ ആര് സ്പോൺസർ ചെയ്താന്നാണ് ഇവൻ പറയുന്നത്. ഇതിനുള്ള പൈസ കാര്യങ്ങളൊക്കെ ആര് സ്പോൺസർ ചെയ്താന്നാണ് പറയുന്നത്. എന്തായാലും അതിന് അവസരം കൊടുത്തത് നജീബ്ക്കയാണ്. 50 വീഡിയോ എടുത്തിട്ട് 50 വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതുപോലെ ആക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നജീബ്ക്കയാണ് ഐറ മീഡിയയിലെ. അയക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ട് അത്ര രീതിയിൽ ആ ഒരു വീഡിയോ ആക്കിയിട്ട് അതിൻ്റെ ഒരു നന്ദി ഇവൻ കാണിച്ചില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ജാങ്കോ പേസിൽ ഇവൻ പോയി ഒരു ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. അതിലെ നടിയെ ഇവൻ പൊക്കിക്കൊണ്ട് വന്നു. ഇവൻ്റെ രീതി എങ്ങനെയാണെന്നറിയോ? ഇവൻ ആരുടെ നമ്പർ വാങ്ങില്ല എന്ന് പറയും. ഇവൻ എന്നിട്ട് പാത്തിരുന്നിട്ട് അവിടെ വരുന്ന എല്ലാവരെയും നമ്പർ വാങ്ങും. എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും നമ്പർ ഇവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നാൾ ചോദിച്ചു, എൻ്റെ കൂടെയുള്ള സുനിമോളുടെ ഫോണിലേക്ക് ഇവൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സുനിമോളോട് ചോദിച്ചത് ആരാന്ന് വെച്ചാൽ വിഷ്ണു കൊച്ചിക്കാരനാണ്. അപ്പോൾ ഇവൻ നമ്പർ വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആ സുനിമോളെ 24 മണിക്കൂർ ഇവൻ വിളിച്ചുകൊണ്ട് അവളുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ മെസ്സേജ് വരെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ രീതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും വിളിക്കില്ല. ഇവൻ പുണ്യാളനാണ്, മനസ്സിലായോ? പുണ്യാളൻ. എന്നിട്ട് അതിലെ നായികേനെയും കൊണ്ടുവന്നിട്ട് ജാങ്കോ പേസിൽ പോയിരുന്ന് ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂവിൽ വേണമെങ്കിൽ ആ നജീബ് ഖാനെ വിളിച്ചുകൊണ്ട് പോകാം. ആ നജീബ് ഖാനെ കൂടി ആ ഇൻ്റർവ്യൂവിൽ ഇരുത്താം. അത് ആദ്യമേ മനുഷ്യനാവണം, കുറച്ച് മനുഷ്യത്വമൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു നന്ദി വേണം. നന്ദി അത് ഇവനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്നുണ്ട് ഞാനല്ല കൊണ്ടുവന്നതെന്ന്. ഇവൻ റോട്ടിൽ നിന്നപ്പോൾ ഞാനും പെരേരയും കൂടെ എന്തോ പറഞ്ഞ് ഉടക്കിക്കൊണ്ടുവന്ന സമയത്ത് കയറി വന്ന ഒരുത്തന്നെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും അയ്യോ അല്ല തന്നെ വന്നതാണ്, പൊട്ടി മുളച്ച് വന്നതെന്നാണ് ഇവൻ പറയണത്. അതിലാട്ടെ. എന്നിട്ട് ഇവനൊരു അവസരം ആ നജീബ് കാക്ക് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഇവൻ അതിനകത്ത് കയറി എന്ന് പറയാണ് പൈസ മുടക്കി, അത് മുടക്കി. എടാ നാറി, നിനക്ക് നാണാവില്ലേ? ഒരു അവസരം എന്ന ആളാണ് നജീബ് ഖാൻ. എന്നിട്ട് ആ നജീബ് ഖാനെ തരം താത്തുന്ന രീതിയിൽ അയാൾ പൈസ വാങ്ങി, അയാൾ ഇതിന് മൊത്തം പൈസ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കയറി പറയാൻ നിനക്ക് നാണാവില്ലേ? ഇല്ലേ? നന്ദി കാണിക്കുക ആദ്യമേ. നന്ദി. നിനക്ക് ഐറ മീഡിയയിൽ കരിമാടിക്കൂട്ടനായിട്ട് നല്ലൊരു അവസരം തന്ന ആളാണ്. എന്നിട്ട് ആ ആൾക്ക് ഒരു ഇൻ്റർവ്യൂവിലൊന്ന് കയറ്റിയിരുത്താൻ നീ വിചാരിച്ചത് നടക്കും. എന്നിട്ട് നീ അതിനകത്ത് അഭിനയിച്ച നടീനെ പൊക്കി പിടിച്ചു. നിനക്ക് ഒറ്റയ്ക്കല്ല നീ പോയത്, നടീനെയും തൂക്കിയെടുത്തുകൊണ്ട് പോയി. ഞാനെന്നാൽ ജാങ്കോ പേസിൽ പോയപ്പോൾ ഞാൻ ശ്രീനാഥേട്ടനോട് പറഞ്ഞായിരുന്നു, ചേട്ടാ ഇങ്ങനെ ഐറ മീഡിയയിൽ ഒരു ഇക്കായുണ്ട്, നല്ല റീക്രിയേഷൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ. എന്നിട്ട് നീ ഒറ്റയ്ക്ക് പോയി നീ ആ നായിക ഇരുന്നുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് നിനക്ക് മാത്രം മൂഞ്ചിയാൽ മതിയല്ലോ. എന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ട് കുറേ വർത്താനം, പൈസ മുടക്കിയ നീയാണ്, അതാണ്. എടാ നന്ദി ഉണ്ടാവും, നന്ദി. അയക്ക നല്ലൊരു അവസരമാണ് നിനക്ക് തന്ന കരിമാടിക്കൂട്ടലിൽ. 50 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയാത്ത നിസ്സാര കാര്യമല്ല, മനസ്സിലായോ? അയക്കാനെ വരെ നീ എന്നിട്ട് ചതിക്കണ പരിപാടി ചെയ്ത് ഇൻ്റർവ്യൂ കയറി എന്നിട്ട് മറ്റിടത്ത് വർത്താനം പറയണം.